ഇറങ്ങ്. ആന്റി, ഞാൻ എങ്ങനെയാ ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാ? കണ്ണടച്ചു പിടിച്ചങ്ങോട്ട് കയറി പോയാ മതി, ആരും കാണൂല. ഇതുവരെ നമ്മൾ സംസാരിച്ചോണ്ട് വന്നതൊക്കെ മറന്നു അപ്പോ. അപ്പൊ ഇറങ്ങട്ടെ. അല്ലപ്പോ കുട്ടികൾ കളിയാക്കി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതിൽ വലിയ സത്യമുണ്ടോ? എന്ത്? +2 പ്രേമം. ആന്റി ഒന്ന് നിന്നേ. ശിവനും ശ്യാമും അല്ലേ? അതെ. ഫൈനൽ ബികോം. രണ്ടുപേരും കുറച്ച് ഓവർ സ്മാർട്ട് ആണല്ലേ? പാരന്റ്സ് പണക്കാരാവും വിദേശത്താവും ചെയ്യുമ്പോ നിയന്ത്രിക്കാനും ശാസിക്കാനും ആരും കാണൂലല്ലോ. ചിലപ്പോ അതിന്റെ കുഴപ്പം കൊണ്ടാവും. റെക്കോർഡ്സിലെ ലോക്കൽ ഗാർഡിനായി ഒരു മിസ്സസ് മറിയാമ്മ തോമസിന്റെ പേര് കണ്ടല്ലോ. ആരവര്? അത് നൂലുണ്ടയുടെ അമ്മയാ. നൂലുണ്ടയോ? ജോജോ തോമസ്, ഞങ്ങളുടെ ക്ലാസ്മേറ്റാ. ഓ, കൂട്ടത്തിലുണ്ടായിരുന്ന ആ കോമാളി വിദ്വാൻ? അതന്നെ. അപ്പൊ ഫ്രണ്ടും കൊള്ളാം. ആ, ലോക്കൽ ഗാർഡൻ മറിയാമ്മ തോമസിനെ എനിക്കൊന്ന് കാണണമെന്ന് പറയൂ. അയ്യോ മാം, അവര് തളർവാദം പിടിച്ച് വീട്ടിൽ കിടപ്പാ. ആണോ? എങ്കിൽ ഞാൻ അവിടെ ചെന്ന് കാണാം. അത് പിന്നെ നോക്ക്, കോളേജ് ആവുമ്പോ അല്പസ്വല്പം തമാശയും കുസൃതിയും ഒക്കെ നല്ലതാ. അതിനപ്പുറത്ത് അതൊരു തരം കോപ്രായം കാട്ടലായ ഞാൻ അനുവദിച്ചു തന്നൊന്നും വരില്ല. ഇതിപ്പോ പല തവണയായി നിങ്ങൾ മനഃപൂർവ്വം അപർണയെ ഹരാസ് ചെയ്യുന്നു. വന്നന്ന് കാണിച്ച തോന്നിയാസം ഒരു റാഗിങ്ങിന്റെ സ്പിരിറ്റിലാണെന്ന് കരുതി ക്ഷമിച്ചതാ. ഇന്നലെ പക്ഷേ കുറച്ചു കൂടിപ്പോയി. എന്നിട്ടും ഞാൻ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാത്തത് നിങ്ങൾ രണ്ടാളും പഠിക്കാൻ മോശമല്ലാന്ന് അറിഞ്ഞതുകൊണ്ടാ. സി, ഇനി ഇത് ആവർത്തിക്കരുത്. അണ്ടർസ്റ്റാൻഡ്? യെസ് മാം. ഓക്കേ മാം. പോയിക്കോളൂ. എപ്പൊ നോക്കിയാലും കൂട്ടുകാരൊപ്പം കാണാം. വല്ലപ്പോഴും ഒറ്റയ്ക്ക് നടന്നോടെ? എന്താ? അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് അപർണയെ റാഗിയതില്ലേ? എന്തു പൗരുഷായിരുന്നു അപ്പൊ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോ ആ തലയെടുപ്പും നടത്തവും അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഉണ്ടേട്ടാ, നിങ്ങളുടെ കൂട്ടത്തില് നൂലുണ്ടേട്ടനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ, ആകർഷണവും. പിള്ളേര് ശ്രദ്ധിക്കുന്നു, നമുക്ക് അകത്തേക്ക് മാറാം. ഇനി നമ്മുടെ സുന്ദരിക്കോതെ ഇവിടുത്തെ പഞ്ചാര കാമുകന്മാർക്ക് കൊടുത്തേക്കാം. ഇല്ല മോളെ? നൂലുണ്ടേട്ടാ, നമുക്ക് പോയി വരാം. വേണങ്ങല്ലേ നൂലുണ്ടേട്ടാ? നൂലുണ്ടേട്ടനോട് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. ഇത് കൂടെയുള്ള വാനരന്മാർക്കേ ഒരു ടെസ്റ്റ് ഡോസ് അല്ലേ? ചെന്ന് പറയണോട്ടോ. ഒരു ചുമ്മനം തരുമോ? ഞങ്ങൾ കൂടെ ഒരു ചുമരം തന്നിട്ട് പോയി. പന്നിയാണ് ഇത്. അവളവളുടെ കാര്യം കൂടി ചെയ്ത പണിയാണ്. ഏതായാലും സമ്മതിച്ചു കൊടുക്കണം, അവൾക്ക് നല്ല ഹ്യൂമർ സെൻസ്. മോളെ നിന്നെ ഒന്ന് കാണട്ടാ. ഒന്ന് എണീറ്റ് നിക്ക്. ആ വിഷമിക്കണ്ട, നിനക്കത് നന്നായിട്ട് ചേരുന്നുണ്ട്. നമുക്കത് സ്ഥിരാക്കടി. അതെ അതെ, ഇവന് ഇതിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. എന്നൊന്ന് അഴിച്ചു വിടറാ. കൈവിടാൻ ഇനി ഇവളെ പറ്റി നിങ്ങൾ ആരും ബോധറിയുന്നു. എന്താ? ഇവൾക്ക് ഞാനൊരു ജീവിതം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. നമുക്കിവിടെ പാഞ്ചാലിയാക്കടാ. അതെങ്ങനെയാടാ? നമ്മൾ 6 പേരില്ലേ, ഒരാൾ കൂടുതലല്ലടാ. എന്നാ നീ സബ്സ്റ്റിറ്റ്യൂട്ട്. ഈശ്വരന്മാരെ, എന്നെ രക്ഷിക്കാൻ ആരും തന്നെയില്ലേ? എടാ, എനിക്ക് അവളോട് പ്രതികാരം ചെയ്യാനടാ. നിങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ലടാ. പെണങ്ങല്ലടാ മോളെ. അപ്പൊ പ്രതികാരം. കളരി പരമ്പര ഗോഡുകളാണ്. ലോകനാർക്കാവിലെ മദറാണ്. വിത്തിൻ 24 സെക്കൻഡ്സ് പ്രതികാരം. സത്യം സത്യം സത്യം.
എക്സ്ക്യൂസ് മീ, കുറച്ചു മുമ്പ് ഞാനൊരു സ്ത്രീയായി മാറിയ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്റെ പെൺവേഷം കണ്ട എന്റെ ചില കൂട്ടുകാരുടെ ആത്മബലം ചോർന്നു പോയതായി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഗ്യാങ് ലീഡർ അപർണയോട്. ആ കുഞ്ഞാടിന്റെ കൈപ്പുണ്യം കൊണ്ട് മാത്രമാണ് എന്നിലെ സ്ത്രീ സൗന്ദര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയത്. ഇനിയും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. മൈ ഡിയർ സിസ്റ്റേഴ്സ്, ഇത്രയും കാലം ചില തെറ്റുധാരണകളുടെയും പിറ്റി ഈഗോയുടെയും പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയും ഹാഷായി ബിഹേവ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ മറക്കാലടാ. ഇനിയെങ്കിലും നമുക്കൊന്ന് ഫ്രണ്ട്സ് ആയിക്കൂടെ? പെട്ടെന്ന് എന്താ ഒരു മനം മാറ്റം? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓഹോ, ഇത് ഉണ്ടേട്ടന്റെ സ്വന്തം നിലയിൽ മുളച്ചതോ അതോ? നൂലുണ്ട മാത്രല്ല, ഞങ്ങളും ഉണ്ട്. ഒരു മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ശ്യാം അപർണെ ഹരാസ് ചെയ്തു. അത് കുട്ടിയെ വേദനിപ്പിക്കുകയും ചെയ്തു. അതിലിപ്പോ ശ്യാം ഡിസപ്പോയിന്റഡ് ആണ്. അതുകൊണ്ട് തെറ്റ് തിരുത്താൻ കുട്ടി അവനൊരു അവസരവും കൂടി കൊടുക്കണം. ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? കേരളത്തെ വിശ്വസിച്ച് ADB കടം കൊടുക്കുന്നില്ലേ, അതുപോലെ. ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാവും. കുറച്ച് യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മടക്കും. അപ്പൊ അവര് വെടി നിർത്തും. എന്നിട്ട് കമ്പി വലിക്ക് അപ്പുറം ഇപ്പുറം നിന്ന് ക്ഷയിക്കാൻ കൊടുക്കും. ക്ഷയിക്കാണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും വെടി നിർത്തിയ സ്ഥിതിക്ക് സാധാരണ യുദ്ധത്തിലൊക്കെ ചെയ്യാറുള്ള പോലെ പിടിച്ചെടുത്ത സാധനങ്ങൾ പരസ്പരം കൈമാറാം. എന്തേ? നൂലുണ്ടയിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുത്ത പാന്റും ഷർട്ടും ഇല്ലേ, അത് നൂലുണ്ടയ്ക്ക് തിരിച്ചു കൊടുക്കണം. ഞങ്ങളുടെ കൈവശമുള്ള ഒരു മാന്യ സിസ്റ്ററുടെ ചുരിദാറും മറ്റ് സ്ഥാവര ജംഗവസ്തുക്കളും ഞങ്ങളും തിരിച്ചു തരും. മറ്റൊന്നും ചോദിക്കരുതേ പ്ലീസ്. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷികളാവാൻ എല്ലാവരും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഡീസന്റ് അയ്യേ ഡീസന്റ് ആയിട്ട് പിടിച്ചോ. തിരിച്ചുകൊണ്ട് കൊടുക്കണം. കുപ്പി വെള്ളക്കി നെക്കി നെക്കി ഒരു സെക്കൻഡ് കണ്ണു കൊള്ളണ്ട. അയ്യോ നൂലുണ്ട്. ഇതോ ഇതല്ല ആദ്യം കൊടുക്കേണ്ടത്. എവിടെ പോയി നോക്കി നിൽക്കായിരുന്നോ? അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എല്ലാം ഇവനിങ്ങനെ എപ്പോഴും ലേറ്റാ. ഇതെനിക്ക് ഫിറ്റാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലാട്ടാ. സൈസ് കറക്റ്റ് ആണ് നോക്കിയേ. അതെ, കുട്ടിയവന്മാരുടെ മാപ്പൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ അവന്മാരെ മാനേജ് ചെയ്തോളാം. എന്താ പറഞ്ഞ പ്രശ്നം? കുന്തം. കുട്ടിയുടെ വലിയ ഫ്രണ്ട്സ് അല്ലേ മുമ്പില്? കുറച്ച് ബൂസ്റ്റ് വാങ്ങി കാടിവെള്ളത്തിൽ കലക്കി കൊടുക്ക്. മുദ്രാവാക്യം വിളിക്കൊന്നും തീരെ ശക്തി പോരാ. എന്റെ പട്ടി പറയും മാപ്പ്. എന്താ പറഞ്ഞ നീ കാണിച്ചത്? ബാലം വന്ന് പറഞ്ഞു. വൃത്തിയോട് കാണിച്ച പിന്നെ എന്താ ചെയ്യാ എന്ന് കരുതി തല്ല വേണ്ടേ? അവരിങ്ങോട്ട് എത്തിയല്ലോ. കേട്ടില്ലേ? ഇപ്പൊ ഞാനും കൂടി പ്രതിയായി. ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും നീ തന്നിഷ്ടം കാട്ടുക. ഇവിടെ വന്ന് കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിപ്പോ എങ്ങനെ സോൾവ് ചെയ്യാ? എനിക്കറിയില്ല. എന്തായാലും ഇപ്രാവശ്യം തെറ്റ് അപ്പുവിന്റെ ഭാഗത്താ. വാ, ഞാൻ കൂടി വരാം. ഒന്ന് അവരോട് മാപ്പ് പറഞ്ഞേക്ക്. ആന്റി നോക്ക്, പിള്ളേര് കൂടുതൽ വയലന്റ് ആവുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുന്നതാ ബുദ്ധി. എന്നെ കൊണ്ട് വയ്യ. വയ്യെങ്കി വേണ്ട, ഇവിടുന്ന് എണീറ്റ് പോ. എന്നെ എന്തിനാ കൂട്ടുപിടിക്കുന്നേ? നിർത്തിയോ? അയ്യോ, മാപ്പ് പറഞ്ഞു എന്ന് വെച്ച് ഞാൻ തോറ്റുണ്ടാരും കരുതണ്ട.
അങ്ങനെ അപർണ തോക്കില്ല. ഇനി ആ കോളേജിൽ കാല് കുത്തുന്നത് അപർണ ജയിച്ചോണ്ടായിരിക്കും. നാളെ നീയൊക്കെ കണ്ടോ. അതിനു മുമ്പ് എനിക്ക് ആ റെജിയും ഗ്യാങ്ങിനെ ഒന്ന് കിട്ടണം. അവരും വേണം, എല്ലാവരും വേണം. നമ്മളിത് എങ്ങോട്ടാ പറഞ്ഞേ പോകുന്നത്? പറയാം. ഈശ്വരന്മാരെ, നല്ല വെളുത്ത വണ്ടി തൊട്ടു. അയ്യേ നരസികളാ. ഹായ് സുന്ദരിക്കുട്ടപ്പൻ. ഇതേതാ സ്ഥലം? നിങ്ങൾ USA എന്ന് കേട്ടിട്ടുണ്ടോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇംഗ്ലണ്ട് എന്നും ബ്രസീൽ എന്നും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്നും കേട്ടിട്ടുണ്ടോ? ദാ ഈ കാണുന്നതാണ് ആ പറഞ്ഞ രാജ്യങ്ങളൊക്കെ. ഇവർക്ക് വട്ടായോ? ആ, ഇതൊരു തരം വട്ടാന്ന് കൂട്ടിക്കോ. വാ എല്ലാരും ഇറങ്ങ്. ഇത് തന്നെയല്ലേ റെയിൽവേ സ്റ്റേഷൻ കോളനി? അതെ. ഇവിടെ ഒരു ശ്യാമശിവനും താമസിക്കുന്നുണ്ടോ? ഏത് ശ്യാമശിവനും? പറയാം. എവിടെയാ അവര്? ആരാ ശിവണന്റെ ശ്യാമണന്റെ കോളേജിന്നാ? ഇപ്പൊ മനസ്സിലായല്ലോ ഏത് ശ്യാമശിവനും ആണെന്ന്. ഇവിടെ ഉണ്ടോ രണ്ടാളും? ശിവണ്ണം കുളിക്കുക, ശ്യാമണ്ണം പല്ലേക്ക. ഒന്ന് കാണാൻ പറ്റുമോ ഞങ്ങക്ക്? ശിവണ്ണ, ശ്യാമണ, നിങ്ങളുടെ കോളേജിലെ കൂട്ടുകാര്. ഗുഡ് മോർണിംഗ്. ഞങ്ങളെയൊക്കെ അറിയോ? ഞങ്ങള് നിങ്ങൾ താമസിക്കുന്ന ലണ്ടനോ അമേരിക്കയോ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയതാ. ആ കുളിച്ചോ കുളിച്ചോ. ലണ്ടനിലും അമേരിക്കയിലും സ്വിമ്മിംഗ് പൂളിലും ബാത്ത് ടബിലും ഒക്കെ കുളിച്ചു കുളിച്ച് ഓപ്പൺ എയർ കുളി ഒരു ചേഞ്ചാ അല്ലേ റെജി? ഷിഫൻ സാറേ, സാറിന്റെ ഡാഡി മമ്മിയും ജോലി ചെയ്യുന്ന ലോസ് ഏഞ്ചലസ് ഇവിടെ എവിടെയായിട്ട് വരും? ആ പൈപ്പിന്റെ ചോട്ടിലോ അതോ ചവർകുണ്ടിയുടെ അപ്പുറത്തോ? അപ്പോഴേ ശ്യാം സാറേ, സാറ് സ്ഥിരമായി ഷേക്സ്പീരിയൻ ഡ്രാമ കാണാറുള്ള സ്ട്രാറ്റ്ഫോർഡ് സ്ട്രീറ്റിലെ ഗ്ലോബ് തിയേറ്റർ ഇതിലെ നേരെ പോയി മതിയല്ലേ? അല്ലേ? ഓ, ഇതാണല്ലേ നിങ്ങളുടെ ബക്കിംഗ്ഹാം പാലസ്? നന്നായിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് ഏസിയാ. ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചപ്പോ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ രണ്ടാളും. ഏയ് വരണുണ്ട്. കുട്ടി സാഹിബന്മാരെ, നിങ്ങൾക്ക് സ്വാഗതം. സ്വാഗതം സ്വാഗതം സ്വാഗതം. എന്തോ ഇത്ര കണ്ണിച്ചോറി ഇല്ലാണ്ടായി പോയി നിങ്ങൾക്ക്? അവരുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ? അയ്യേ, ഞങ്ങൾ എങ്ങനെയാ മോളെ അവരുടെ സ്ഥാനത്താവുക? ഞങ്ങളവന്മാരെ പോലെ തെണ്ടുകളല്ലല്ലോ. ഇപ്പൊ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ബഹുമാനം തോന്നുക, അഭിമാനോ. ഇങ്ങനെ രണ്ട് കുട്ടികള് എന്റെ കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ തോന്നുക എനിക്ക്. എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നത്? ഏയ്, തളരരുത്. ഇതിൽ തളർന്നാൽ പിന്നെ നിങ്ങൾ ഇതുവരെ ജീവിതത്തോട് പൊരുതിയതിനൊന്നും അർത്ഥം ഉണ്ടാവില്ല. ഐഡന്റിറ്റി പുറത്തായതിന്റെ നാണക്കേടിൽ കോളേജിലേക്ക് ഇല്ല എന്നായിരുന്നു നിങ്ങളുടെ തീരുമാനമെങ്കിൽ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയനെ. നന്നായി പഠിക്കണം, വാശിയോടെ ഇനിയും പഠിക്കണം, ആവുന്നത്ര പഠിക്കണം. അങ്ങനെ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോ ഇന്ന് പരിഹസിക്കുന്ന സഹപാഠികളൊക്കെ നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ പറയും.
എന്താ ഇത്? കരയാണോ? അരുത്, ചിരിക്കണം, ചിരിപ്പിക്കും വേണം. ഇതുവരെ ഈ ക്യാമ്പസിൽ കാണിച്ച വികൃതികളെല്ലാം ഇനിയും കാണിക്കണം. അതൊക്കെ കാട്ടാൻ ഇവിടെ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് മാത്രമാണ്.